Good morning, everybody. How are you? Welcome to our Hindi class. All of you take your books. Page number 54. In the last class, we have discussed about Diye Ka Abhiman. Chapter number 9. All of you read well that chapter. Yes, today we are going to start अभ्यास exercise पाठबोध प्रश्नों के उत्तर दे. Answer these questions. First, answer these questions. Oral ആണ്, മൗഖിക് questions ആണ്. First question, जलते दिए को किस बात का अभिमान था? जलते दिए को किस बात का अभिमान था? അതായത് ഇന്നലെ നമ്മൾ പഠിച്ചു ദിയ അല്ലേ? വാട്ട് വി ലേൺഡ് യെസ്റ്റർഡേ? വാട്ട് വി ലേൺഡ്? എന്താ നമ്മൾ ഇന്നലെ പഠിച്ചത്? യെസ്, ജലത്തെ ദിയേക്കോ അഭിമാൻ, വളരെ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിൻ്റെ ലാമ്പിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ലാമ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരുന്നപ്പോൾ വിചാരിക്കുക, തല ഉയർത്തിപ്പിടിച്ചിങ്ങനെ വിചാരിക്കുക, എന്താ, സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും അധിക മഹാൻ ഞാൻ തന്നെയാണ് എന്ന്, അല്ലേ? യെസ്. അപ്പോൾ ജലത്തെ ദിയേക്കോ കിസ് ബാത്ത് കാ അഭിമാൻ ഥാ, ഏത് കാര്യത്തിലായിരുന്നു അഹങ്കാരം ഉണ്ടായിരുന്നത്? എന്താ? जलते दिए को अभिमान हो गया कि वह सूर्य चंद्र से अधिक महान है. वह सूर्य चंद्र से अधिक महान है. ലിസൺ. ജലത്തെ, അപ്പോൾ ഇതുപോലെ എഴുതിയാൽ മതി, സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ഇതുപോലെ അങ്ങ് എഴുതുക. ജലത്തെ ദിയേക്കോ കിസ് ബാത്ത് കാ അഭിമാൻ താ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. जलते दिए को अभिमान हो गया, अभिमान ഉണ്ടായി कि वह सूर्य चंद्र से अधिक महान है. Have you done? Yes. Second question, वे पंक्तियां सुनाए जिनमें अहंकार के कारण दिए का सिर नीचा होने का वर्णन है. വേ പങ്ക്തിയാം സുനായേ, എന്താണ് ഈ പങ്ക്തികൾ? ഏത് പങ്ക്തി? വരികൾ, ലൈൻസ്. പങ്ക്തി എന്ന് വെച്ചാൽ ലൈൻസാണ്. പറഞ്ഞു കേൾപ്പിക്കുക. ജിന്മേ അഹങ്കാർ കെ കാരണം ദിയേ കാ സിർ നീച്ച ഹോനെ കാ വർണ്ണൻ ഹേ. ദിയയുടെ, ലാമ്പിൻ്റെ തല കുനിഞ്ഞുപോയി, അല്ലേ? എന്ത് അത് ഈ അർത്ഥം വരുന്ന കവിതയിലെ വരികൾ കണ്ടെത്താനാണ്, പോയത്തിലെ ലൈൻസ് കണ്ടെത്താനാണ് പറഞ്ഞത്. എന്താണ്? അഹങ്കാരം കൊണ്ട് ദിയേക്കാ സിർ നീച്ച ഹോനേക്കാ വർണ്ണൻ ഹേ. അത് 9th and 10th ലൈൻസിലുണ്ട്. इतने में लगा हवा का हल्का चौंका एक, सिर नीचा हो गया, बुझ गया, रही धुएं की देख. Have you get? Do you see that? इतने ही में लगा हवा का हल्का चौंका एक, सिर नीचा हो गया, बुझ गया, रही धुएं की रेख. Yes, third question, इस कविता से हमें क्या सीख मिलती है? ഈ കവിതയിൽ നിന്നും എന്ത് സന്ദേശമാണ്? വാട്ട്സ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി? എന്താ? സ്റ്റോറി അല്ല, സോറി, പോയം. എന്താ പോയത്തിലെ മോറൽ? അഹങ്കാറിനെ കർണേക്ക. അപ്പോൾ ക്യാ സ്കിപ്പ് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ക്യാ സ്കിപ്പ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. അപ്പോൾ ക്യാ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യുക പെൻസിൽ വെച്ചിട്ട്, എന്നിട്ട് നേരെ എഴുതുക അഹങ്കാറിനെ കർണേക്ക. അപ്പോൾ ആൻസർ എങ്ങനെ വരിക? इस कविता से हमें अहंकार न करने का सीख मिलती है. इस कविता से
हमें अहंकार न करने का सीख मिलती है. Once more listen. मौखिक only 3. जलते दिए को किस बात का अभिमान था. जलते दिए को अभिमान हो गया कि എന്തെന്നാൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കിന് അഹങ്കാരമുണ്ടായി. कि എന്തെന്നാൽ वो सूर्य चंद्र से अधिक महान है. അവർ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും കൂടുതൽ മഹാനാണെന്നുള്ള അഹങ്കാരമാണ് കത്തിക്കൊണ്ടിരിക്കുന്ന ലാമ്പിന് അനുഭവപ്പെട്ടത്. സെക്കൻഡ് വൺ പോയത്തിലെ ലൈൻസ് എഴുതാനാണ്. അത് 9th and 10th ലൈൻസ് നിങ്ങൾ എഴുതി വെക്കുക. ഏതാ ലൈൻ എന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. തേർഡ് വൺ ഇസ് കവിത സേ ഹമേ ക്യാ സീഖ് മിൽത്തി ഹെ. തേർഡ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ക്യാ സ്കിപ്പ് ചെയ്തിട്ട് അവിടെയാണ് എന്ത് എഴുതേണ്ടത്, अहंकार न करने का. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ് വരിക. ये कविता से हमें अहंकार न करने का सीख मिलती है. ओके. Have you done? Yes. लिखित क्वेश्चन, रिटन क्वेश्चन. फर्स्ट क्वेश्चन, दिया स्वयं को सूर्य चंद्र से अधिक महान क्यों मानता है. ദിയ എന്ന് പറയുന്ന ദിയ ലാമ്പാണ്. ലാമ്പ് സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും ഞാനാണ് വലിയ മഹാൻ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് അതിൻ്റെ കാരണം? അപ്പോൾ അവിടെ ക്യോം മാൻതാ ധ എന്ന് സ്കിപ്പ് ചെയ്യേണ്ടത്. ക്യോം മാൻതാ ധ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആൻസർ വരിക? ദിയ സ്വയം കോ सूर्य चंद्र से अधिक महान इसलिए मानता था. ഇതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, അംഗീകരിക്കാൻ കാരണം, മനസ്സിലാക്കാൻ കാരണം. സൂര്യൻ എന്ന് പറയുന്നത് കേവൽ ദിൻമേം പ്രകാശ് ഫൈലാത്ത. സൂര്യൻ കേവലം എന്താണ്, പകൽ മാത്രമാണ് പ്രകാശം വ്യാപിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഔർ ചാന്ദ് ചന്ദ്രനാണെങ്കിലോ ചന്ദ്രൻ്റെ പ്രകാശം എന്ന് പറയുന്നത് ഗർക്കെ അന്തർ നഹീം പഹുഞ്ച് പാത്തി, വീടിൻ്റെ ഉള്ളിലേക്ക് വരികയുമില്ല. അപ്പോൾ സൂര്യൻ്റെ ദിയ സ്വയം കോ സൂര്യ ചന്ദ്ര സെ അധിക് മഹാൻ ക്യോ മാൻതാ ഥാ. ദിയ സ്വയം കോ, അപ്പം സ്കിപ്പ് ചെയ്യേണ്ടത് ക്യോം മാൻതാ ധ എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. ലാസ്റ്റത്തെ ഫുള്ളായിട്ട് അങ്ങനെ ക്യോം മാത്രമല്ല ക്യോം മാൻതാ ധ അവിടെ എഴുതണം. എന്താണ്, ദിയ സ്വയം കോ सूर्य चंद्र से भी अधिक महान इसलिए मानता था. सूर्य केवल दिन में प्रकाश फैलाता और चांद के रोशनी घर के अंदर नहीं पहुंच पाती. ये सेकंड वन, दिए का अभिमान कैसे टूटा. അങ്ങനെ ദിയയുടെ അഹങ്കാരം, വലിയ അഹങ്കാരത്തിലായിരുന്നു ദിയ. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ദിവസം ദിയയുടെ അഹങ്കാരം അണഞ്ഞുപോയി, ഇല്ലാതായിപ്പോയി. എന്താണ് അഹങ്കാരം ഇല്ലാതായി പോവാനുള്ള കാരണം? അതാണ് നമുക്കിനി അറിയേണ്ടത്. എന്താ ദിയയുടെ അഹങ്കാരം ഇല്ലാതാവാൻ കാരണം? അതും ഇവിടെ പറയുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല, ഇതുപോലെ അങ്ങ് എഴുതിയാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ലിഖിതിൽ ജബ് ഹവാ കാ ഏക് ഹൽക്കാ സാ ചോങ്ക. ജബ് ഹവാ കാ ഏക് ഹൽക്കാ സാ ചോങ്ക ദിയെ കോ ബുझा ഗയാ. എപ്പോഴാണോ കാറ്റിൻ്റെ നേരിയൊരു വരവുണ്ടാവുന്നത്, ചോങ്ക പറഞ്ഞാൽ വീശുന്നതിനാണ് പറയുന്നത്, ദിയെ കാ ബുझा ഗയാ, അപ്പം എന്താവും, ലാമ്പങ്ങ് അണഞ്ഞു പോവും. തബ് അപ്പോൾ ഉസ്കാ അഭിമാൻ ടൂട്ട് ഗയാ, ആ ദിയയുടെ അഹങ്കാരം അങ്ങ് ഇല്ലാതാവുകയും ചെയ്യും. അപ്പം ജബ് ഹവാ കാ ഏക് ഹൽക്കാ സാ ചോങ്ക, എപ്പോഴാണോ കാറ്റിൻ്റെ നേരിയ ഒരു വീശലുണ്ടാവുന്നത്, കാറ്റ് നേരിയതായിട്ടൊന്ന് വീശുന്നത്, തീയേക്കോ ബുझा ഗയാ, തീ അണഞ്ഞു പോകും, ലാമ്പ് അണഞ്ഞു പോവും. തബ് അപ്പോൾ ഉസ്കാ അഭിമാൻ ടൂട്ട് ഗയാ. സെക്കൻഡ് വൺ, ദിയെ കാ അഭിമാൻ കൈസാ ടൂട്ടാ.
ദിയെ കാ അഭിമാൻ കൈസേ ടൂട്ട. ടൂട്ടാന പൊട്ടുക, മുറിയുക, ഇല്ലാതാവുക. जब हवा का एक हल्का सा झोंका दिए को बुझा गया तब उसका अभिमान टूट गया. थर्ड वन, अभिमान करने का क्या परिणाम होता है? അഹങ്കാരത്തിൻ്റെ ഫലം എന്താണ്? അഹങ്കരിച്ചാൽ ലാസ്റ്റ് കിട്ടുന്ന ഫലം എന്തായിരിക്കും? അഭിമാൻ കർണേസേ, അതും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല, ഇതുപോലെ എഴുതിയാൽ മതി. ഒന്നും ക്വസ്റ്റ്യനിലെ ഒന്നും ആഡ് ചെയ്യൊന്നും വേണ്ട, ഇതുപോലെ എഴുതുക. അഭിമാൻ കർണേസേ, അഹങ്കരിക്കുന്നത് കൊണ്ട് സ്വയം കാ വിനാശ്, എന്താണ്? സ്വയം കാ വിനാശ് ഹോ ജാത്താ ഹേ. അഭിമാൻ കർണേസേ, അഹങ്കരിക്കുന്നത് കൊണ്ട് സ്വയം നശിക്കുകയാണ് ചെയ്യുന്നത്. അഹങ്കരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുകയാണ്? സ്വയം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. क्लियर आयो? ओके, वंस मोर. दिया स्वयं को सूर्य चंद्र से अधिक महान क्यों मानता था? दिया स्वयं को सूर्य चंद्र से अधिक महान इसलिए मानता था कि सूर्य केवल दिन में प्रकाश फैलाता और चांद की रोशनी घर के अंदर नहीं पहुंच पाती. दिए का अभिमान कैसे टूटा? जब हवा का एक हल्का सा झोंका दिए को बुझा गया तब उसका अभिमान टूट गया. अभिमान करने का क्या परिणाम होता है? अभिमान करने से स्वयं का विनाश हो जाता है. അപ്പോൾ 3 मौखिक and 3 लिखित only. Yes, next. सेकेंड वन, सही उत्तर पर टिक लगाए. पुट टिक ऑन करेक्ट आंसर. पुट टिक ऑन करेक्ट आंसर. स्वयं को सूर्य और चंद्र से अधिक महान करने वाले कौन था? സ്വയം കോ സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും അധികം മഹാനാണെന്ന് സ്വയം പറയുന്നത് ആരാണ്? ആൻസർ എഴുതിക്കേ, ടിക്ക് ചെയ്തേ. വാട്ട് ഈസ് ദ ആൻസർ? Yes, that's the correct. दिया. सेकंड वन, दिया संसार को किन आँखों से देख रहा था? Put tick the answer. दिया संसार वर्ल्ड किन आँखों से, आँख eyes, देख रहा था. ഏത് കണ്ണുകൾ കൊണ്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ? സന്ദേഹം, സംശയത്തിൻ്റെ കണ്ണുകളാണോ? ഖുഷിക്ക്, സന്തോഷത്തിൻ്റെ. അഹങ്കാർ की, yes, that's the correct answer. अहंकार की आंखों से देख रहा था. मस्तक पर कलंक की रेख का क्या मतलब है? മസ്തക് പർ കലങ്ക് കി രേഖ്, തലയിൽ ഫോർ ഹെഡിൽ പിന്നെ ഒരു നേരിയ എന്താ ലൈൻ ഉണ്ടാവും, എന്തിൻ്റെ? പുകയുടെ. അതിൻ്റെ മത്ലബ് എന്താണ് അല്ലേ? കലങ്ക് കി രേഖ, കറുത്ത രേഖ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മീനിങ് എന്താണ്? കാലാപ്പൻ, അന്ധേര, ധുവാം, ബദ്നാമി. എസ് തേർഡ് വൺ ദ ആൻസർ ധുവാം. അപ്പോൾ സ്വയം को सूर्य और चंद्र से अधिक महान करने वाले कौन था? दिया. दिया संसार को किन आँखों से देख रहा था? अहंकार की आँखों से. मस्तक पर कलंक की रेख का क्या मतलब है? धुआं. यस, प्रत्येक पंक्ति में जो शब्द समानार्थी नहीं है उस पर टिक लगाए. താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, ഓർഡറായിട്ട് തന്നിട്ടുണ്ട്. അതിനകത്ത് സമാനാർത്ഥി, സിനോണിം അല്ലാത്ത ഒരു പദം കാണും. അതായത് 1, 2, 3, 4 വേർഡ്സ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം എന്താണ്? സിനോണിംസ് അല്ല, സമാനാർത്ഥി ശബ്ദമല്ല. ആ പദത്തിൻ്റെ സമാനാർത്ഥി അല്ലാത്ത ഒരു പദമുണ്ട്. ആ പദം ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ അഭിമാൻ, ദിൻ, രാത്ത്, ചന്ദ്ര, സൂര്യ, പ്രകാശ്, ഇത്രയും വേർഡ്സിൻ്റെ
സമാനാർത്ഥി ശബ്ദം 3 വീതം, അതായത് 3 വേർഡ്സ് വീതം സമാനാർത്ഥി ശബ്ദം അവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ഒരെണ്ണം സമാന പദമല്ല, അത് നിങ്ങളവിടെ അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യാം, റൗണ്ട് ചെയ്തിടുകയും ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് അഭിമാൻ. അഭിമാൻ എന്നുള്ളതിൻ്റെ സമാന പദം അല്ലാത്ത ഒരു പദം അതിനകത്തുണ്ട്. ഗർവാണോ, ഘമണ്ടാണോ, പ്രശംസ, അഹങ്കാർ. അഭിമാൻ എന്നുള്ളതിന് പ്രശംസ എന്നാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. കാരണം പ്രശംസിക്കുക എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം അഭിമാൻ എന്നുള്ളതിൻ്റെ സമാനാർത്ഥി ശബ്ദം ഗവ്, ഘമണ്ട്, അഹങ്കാർ. ഓക്കെ. അപ്പോൾ ടിക്ക് ദ വേർഡ് പ്രശംസ. ദിൻ, ഡേ ആണ് മീനിങ്. ദിവ, ദിവസ്, വാർ, പ്രാതഃ. പ്രാതഃ എന്നാണ് ടിക്ക് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ദിൻ എന്നുള്ളതിൻ്റെ സമാന പദമാണ്. പ്രാതഃ എന്ന് നിങ്ങൾ റൗണ്ട് ചെയ്യുക. അപ്പോൾ ദിൻ എന്നതിൻ്റെ സിനോണിമാണ് ദിവ, ദിവസ്, വാർ. രാത്ത്, രാത്രി, നിശ, സന്ധ്യ, രജനി. ഏതായിരിക്കും? രജനി എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. നിശ എന്ന് പറഞ്ഞാലും രാത്രി. രാത്രി എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, രാത്രി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് സന്ധ്യ, സന്ധ്യ എന്ന് പറഞ്ഞാൽ രാത്രിയല്ല, സന്ധ്യാസമയം എന്നാണ് പറയുക. അപ്പം രാത്രി എന്ന ശബ്ദത്തിൻ്റെ സമാന പദങ്ങളാണ് രാത്രി, നിശ, രജനി. നെക്സ്റ്റ് ചന്ദ്ര, ചന്ദ്രമ, ശശി, ചാന്ദിനി, ചാന്ദ്. ചാന്ദിനി എന്ന് വെച്ചാൽ നിലാവാണ്, ചാന്ദിനി. അപ്പോൾ ചാന്ദിനി എന്നാണ് അതിനകത്ത് പെടാത്തത് അല്ലേ? ഓഡ് വൺ ഏതാ? ചാന്ദിനി. അപ്പോൾ ചന്ദ്ര എന്നതിൻ്റെ സിനോണിമാണ് ചന്ദ്രമ, ശശി, ചാന്ദ്. സൂര്യ, രവി, ദിനകർ, സൂരജ്, സോം. സോം എന്നുള്ളതാണ് എന്ത്? അതിനകത്ത് ഓഡ് വൺ. അതായത് രവി എന്ന് പറഞ്ഞാലും സൂര്യനാണ്, ദിനകർ എന്ന് പറഞ്ഞാലും സൂര്യനാണ്, സൂരജ് എന്ന് പറഞ്ഞാലും സൂര്യനാണ്. സോം എന്ന് പറഞ്ഞാൽ സൂര്യനല്ല. പ്രകാശ്, പ്രകാശ്, അന്ധേര. പ്രകാശിൻ്റെ ഓപ്പോസിറ്റാണ് അന്ധേര. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ സമാനാർത്ഥി പദം അല്ലാത്തത്. അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഉജാല എന്ന് പറഞ്ഞാൽ പ്രകാശ്, റോഷ്നി പ്രകാശ്, ഉജിയാര പ്രകാശ്. വൺസ് മോർ ലിസൺ. അഭിമാൻ, ഞാൻ സമാന പദം മാത്രമേ വായിക്കുന്നുള്ളൂ. അഭിമാൻ, ഗർവ്, ഘമണ്ട്, അഹങ്കാർ. ദിൻ, ദിവ, ദിവസ്, വാർ. രാത്ത്, രാത്രി, നിശ, രജനി. ചന്ദ്ര, ചന്ദ്രമ, ശശി, ചാന്ദ്. സൂര്യ, രവി, ദിനകർ, സൂരജ്. പ്രകാശ്, ഉജാല, रोशनी, उजियारा. Okay, did you understand? Yes. संयुक्त व्यंजनों के प्रयोग वाले दो शब्द लिखे. അതായത് റൈറ്റ് 2 more words by using each cluster. അതായത് ഷ് പ്ലസ് പാഷ്പ അല്ലേ, ഷ്പ, ഷ്ട, വ്യ, ക. ഈ വേർഡ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട്, ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് വേർഡ്സ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ഒന്ന് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഷ്പ, ദുഷ്പരിണാം അല്ലേ. അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ടാക്കണം. ഇതേ മായ്ക്കാൻ പോവാം കേട്ടോ. ഓക്കെ, ഷ്പ എന്നുള്ളത് പുഷ്പ്, ബാഷ്പ്, ബാഷ്പ്.
സൃഷ്ടി, ഷഷ്ടി, व्यवहार, व्याकरण, मक्का, चक्की, मक्का, चक्की. Okay, activity number 2. इन पंक्तियों में से संज्ञा शब्द छांट कर लिखे. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നൗൺ. നൗൺസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ പങ്ക്തി, സംജ്ഞ മീൻസ് നൗൺ ആണ്. നൗൺ അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അവിടെ ഫില്ല് ചെയ്യുക. ഫസ്റ്റ് സെൻറ്റൻസ്, सिर नीचा हो गया. सिर नीचा हो गया. Nouns. What's the noun? സിർ. സിർ എന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ നേരെ എഴുതുക, സിർ. സെക്കൻഡ് വൺ, ശശി ഭി മിട്ടാ നഹീം പാത്ത. ശശി എന്നാണ് അവിടെ നൗൺ. സംജ്ഞ എന്ന് പറയുന്നത് ശശി. ആദ്യം അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അവിടെ നേരെ പെൻസിൽ വെച്ചിട്ട് എഴുതുക. തേർഡ് വൺ, ഹവാ കാ ഹൽക്ക ചോങ്ക. ഹവ, ചോങ്ക. ഈ സെൻറ്റൻസിൽ 2 നൗൺസ് ഉണ്ട്, ഹവ ആൻഡ് ചോങ്ക. ലാസ്റ്റ് വൺ, വഹ് ദേഖ് രഹാ ഹേ, സൃഷ്ടി. വഹ് ദേഖ് രഹാ ഹേ, സൃഷ്ടി. സൃഷ്ടി. वह देख रहा है, सृष्टि. അതിനകത്ത് സൃഷ്ടി. ലിസൺ, സിർ, ശശി, ഹവ, ചോങ്ക, സൃഷ്ടി. ഓക്കെ, ഹാവ് യു ഗെറ്റ്? യെസ്. सिर्फ गुजर, इन शब्दों में जा और फा के नीचे एक बिंदु का प्रयोग हुआ है. ഈ ബിന്ദു നുക്ത കഹലാത്ത ഹെ. അതായത് ചില അക്ഷരങ്ങൾക്ക് താഴെ നമ്മളിങ്ങനെ കുത്തിടാറുണ്ട് അല്ലേ, ഫ അല്ലേ, ഡ. ആ കുത്തിന് പറയുന്ന പേരാണ് നുക്ത. ക്യാ ഹെ? നുക്ത. अंग्रेज़ी, उर्दू या फारसी शब्दों का हिंदी में प्रयोग करने पर नुक्ता लगाया जाता. അതായത് ഇംഗ്ലീഷിൽ നിന്ന്, ഉറുദുവിൽ നിന്ന്, ഫാഴ്സിയിൽ നിന്നൊക്കെ ഹിന്ദിയിലേക്ക് കൊണ്ടുവന്ന പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള വേർഡ്സിൻ്റെ താഴെയാണ് എന്ത് വരിക? ആ നുക്ത വരുന്നത്. യഹ് ജ, ഫ और ज़ ഫ के उच्चारण में अंतर को स्पष्ट करता है. അല്ലേ, അതിൽ ജായിൽ സാവ് ഇങ്ങനെയുള്ള വേർഡ്സിലാണത്, എന്താണ്, ലെറ്റേഴ്സിലാണത് മാറ്റം വരുന്നത്. ജയ്സെ രാജ്, റാസ്, ഫൺ, ഫൺ. ഫായ്ക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ഭായും ഫായും ആണ്. അങ്ങനെ താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ദിയെ ഗേ ശബ്ദോ മേ സഹി സ്ഥാൻ പർ നുക്ത ലഗായിയെ. പുട്ട് നുക്ത അറ്റ് അപ്രോപ്രിയേറ്റ് പ്ലേസ്. അതായത് റെഡിയായിട്ടുള്ള, കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് നുക്ത ചേർത്ത് കൊടുക്കാനാണ്. ശ്രദ്ധിക്കുക, ആ ട്രാഫിക്, ട്രാഫിക് എന്ന് എഴുതുമ്പം ഫായുടെ അടിയിലാണ് എന്തിൻ്റെ നുക്ത കൊടുക്കേണ്ടത്. ട്രാഫിക്, ഫ അല്ലേ. ഗുസർ, ഗുസർ. ഹഫ്ത, ഹഫ്ത. പിന്നെ ദർവാസ, ദർവാസ. സായുടെ അടിയിലാണ് കേട്ടോ അവരുടെ ദർവാസ. ഷരീഫ്, ഷരീഫ്.
ജ്യാദ. അതൊക്കെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എഴുതാവുന്നേ ഉള്ളൂ. തെറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതണം. ഒറ്റയ്ക്ക് എഴുതാൻ പറ്റുന്നവരൊക്കെ എഴുതാം. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം പോലും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്ര സിമ്പിളാണ്. അപ്പോൾ ട്രാഫിക് എന്നെഴുതുമ്പോൾ ഫായ്ക്കടിയിൽ ഗുസർ സ, ഹഫ്ത ഫ, ദർവാസ, ഷെരീഫ് ജ്യാദ. ഓക്കെ. over. Yes, last activity number 5. कविता के आधार पर समान तुक वाले शब्द लिखे. Write rhyming words from the poem. Rhyming words എഴുതാനാണ്. കവിതയിൽ നിന്നും ആണ് റൈമിംഗ് വേർഡ്സ് എഴുതേണ്ടത്. അനുയോജ്യമായ റൈമിംഗ് വേർഡ്സ്. അഭിമാൻ എന്നുള്ളതിൻ്റെ റൈമിംഗ് വേർഡാണ് മഹാൻ. प्रकाश, नाश, अंधियारा, उजियारा. दृष्टि, दृष्टिന്റെ सृष्टि. एक रेख. दुष्परिणाम काम. And small listen. कविता के आधार पर समान तुक वाले शब्द लिखे. Write rhyming words from the poem. പോയത്തിൽ നിന്നും അഭിമാൻ, മഹാൻ, പ്രകാശ്, നാശ്, അന്ധിയാര, उजियारा, दृष्टि, सृष्टि, एक रेख, दुष्परिणाम काम. Okay. Our chapter is completed. All of you study well and write in the notebook all activities neatly. Okay. Today that's enough. We will meet next class. Thank you.